അടുത്തതെന്ന് പറയുന്നത് ടെമ്പററി ആൻഡ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് 3 എണ്ണവും പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും 3 എണ്ണമാണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നിങ്ങൾ. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണോ ഇൻസ്ട്രുമെൻറ്റ് വെക്കേണ്ടത് അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യണം. അതായത് സെൻറ്റർ ചെയ്ത് നമുക്ക് വെക്കേണ്ട പോയിൻറ്റിൽ സെൻറ്റർ ചെയ്ത് വെക്കണം. അതിനെയാണ് നമ്മൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഒബ്സർവേഷൻ ചെയ്യാൻ പാകത്തിന് ലെവൽ ചെയ്ത് ഗ്രൗണ്ടിൽ പ്രോപ്പറായിട്ട് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് കിട്ടുന്ന രീതിയിൽ അലൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഫുഡ് സ്ക്രൂസൊക്കെ ഉപയോഗിച്ചിട്ട് 2 ഫുഡ് സ്ക്രൂസിന് പാരലായിട്ട് ടെലസ്കോപ്പ് വയ്ക്കുക, പിന്നെ അതിന് പെർപെൻഡിക്കുലറായിട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊസീജിയറൊന്നും എന്തായാലും നമുക്ക് ചോദിക്കില്ല. അപ്പം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പാണ്. പിന്നെ നമ്മൾ ലെവലിംഗ് അപ്പ് ചെയ്യണം. അത് ലെഗ്സൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ലെവലിംഗ് സ്ക്രൂസ് ഉപയോഗിച്ചിട്ട് ലെവലിംഗ് അപ്പ് ചെയ്യും. ആദ്യം സെറ്റപ്പ് ചെയ്തു വെച്ചു, പിന്നെ ലെവലിംഗ് അപ്പ് ചെയ്യുക. അതിന് ശേഷം പാരലാക്സ് എലിമിനേറ്റ് ചെയ്ത് കളയുക. പാരലാക്സ് എലിമിനേറ്റ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇമേജ് ക്രോസ് ഹെയർസിൻ്റെ പ്ലെയിനിലല്ല ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് പാരലാക്സ് എറർ ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഐ പീസും ഒബ്ജക്റ്റീവും ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പാരലാക്സ് എലിമിനേഷൻ ചെയ്യുന്നത്. അപ്പം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് 3 എണ്ണമാണ്: സെറ്റിംഗ് അപ്പ്, ലെവലിംഗ് അപ്പ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. അത് എത്ര എണ്ണ ആണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഒന്ന് ആക്സിസ് ഓഫ് ദി ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ക്രോസ് എയർ എന്ന് പറയുന്നതും വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. പിന്നെ ലൈൻ ഓഫ് സൈറ്റ് നമ്മുടെ ബബിൾ ട്യൂബിൻ്റെ ആക്സിസിന് പാരലലായിട്ടിരിക്കണം. അങ്ങനെ 3 പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുമാണ് വരുന്നത്. ആക്സിസ് ഓഫ് ദി ബബിൾ ട്യൂബ് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഹൊറിസോണ്ടൽ ക്രോസ് എയേഴ്സ് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ലൈൻ ഓഫ് സൈറ്റ് ബബിൾ ട്യൂബിൻ്റെ ആക്സിസിന് പാരലലായിരിക്കണം. ഇനി ലെവലിംഗ് പ്രൊസീജിയറിലേക്ക് പോകാം നമുക്ക്. ലെവലിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ, ലെവലിങ്ങിൻ്റെ കേസിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ സ്റ്റാഫ് വെക്കുന്നത് അതാണ് സ്റ്റേഷൻ. അത് ഓർത്ത് വയ്ക്കുക. ഇൻസ്ട്രുമെൻറ്റ് വെക്കുന്നതല്ല, സ്റ്റാഫ് ഹെൽഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ എവിടത്തെയാണോ എലവേഷൻ കണ്ടുപിടിക്കേണ്ടത് ആ പോയിൻറ്റിലാണ് നമ്മൾ സ്റ്റാഫ് വെക്കുന്നത്. അതിനെയാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റ് വെക്കുന്നതല്ല, സ്റ്റാഫ് ഹെൽഡ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ 1-2 ടേംസും കൂടി വരുന്നുണ്ട് നമ്മൾ റീഡിങ് എടുക്കുമ്പം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് ആണ്. ബാക്ക് സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ സെറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ബെഞ്ച് മാർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു റെഡ്യൂസ്ഡ് ലെവൽ അറിയാവുന്ന ഒരു പോയിൻറ്റിലേക്കാണ് നമ്മൾ ആദ്യമേ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെയാണ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് എലവേഷൻ അറിയാവുന്ന ഒരു പോയിൻറ്റിലേക്കാണ് ആദ്യത്തെ റീഡിങ് എടുക്കുന്നത്. എന്നാൽ മാത്രമല്ലേ ബാക്കിയുള്ളതിനെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം, റെഡ്യൂസ്ഡ് ലെവൽ അറിയാവുന്ന ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഫിക്സ് ചെയ്തിട്ട് ആദ്യം എടുക്കുന്ന പോയിൻറ്റിലെ റീഡിങ്ങിനെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാഫ് റീഡിങ്ങിനെയാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് എടുക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിനെയാണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാഫ് റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്നും ലാസ്റ്റ് എടുക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിനെ ഫോർസൈറ്റ് എന്നും പറയും. അപ്പോൾ ഫോർസൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അപ്പോൾ ലാസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഷിഫ്റ്റ് ചെയ്യണം. അതാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റീഡിങ് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന റീഡിങ്ങിനെയാണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് സൈറ്റിനും ഫോർസൈറ്റിനും ഇടയ്ക്ക് എടുക്കുന്ന റീഡിങ്ങുകളെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഒറ്റ പോയിൻറ്റിൽ നിന്ന്, ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് എല്ലാ പോയിൻറ്റ്സും വിസിബിൾ അല്ലാന്ന് കരുതുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആദ്യം ഇപ്പം നമ്മൾ കുറച്ച് പോയിൻറ്റ്സ്, ഒരു ABCD എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചു. ABCD EF എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചു.
എനിക്കിപ്പോൾ ആദ്യം സ്റ്റേഷൻ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ എയും ബിയും സിയും എനിക്ക് ആദ്യത്തെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് വിസിബിൾ ആയിട്ടുള്ള പോയിൻറ്റാണ്. ഡി എന്ന് പറയുന്ന പോയിൻ്റ് എനിക്ക് വിസിബിൾ അല്ല. അപ്പം ഞാൻ ആദ്യത്തെ ഒരു പോയിൻറ്റിൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചു. ആദ്യത്തെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് എയും ബിയും സിയുടെയും റീഡിങ് എടുക്കാം. അപ്പോൾ എയിൽ ഇൻസ്ട്രുമെൻ്റ് ആദ്യമേ വെച്ചിട്ട് എയിലേട്ട് എടുക്കുന്ന എ എന്ന് പറയുന്നതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. അങ്ങോട്ട് എടുക്കുന്ന ആദ്യത്തെ റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്ന് പറയും. പിന്നെ ഞാൻ ബിയിലേക്ക് റീഡിങ് എടുക്കും. ബിയിലേക്ക് റീഡിങ് എടുക്കുമ്പോൾ അതിന് ഇൻ്റർമീഡിയറ്റ് സൈറ്റാണ്. പിന്നെ എനിക്ക് സിയിലോട്ട് റീഡിങ് എടുക്കും. അതാണ് എൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ലാസ്റ്റ് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിയിലെടുക്കുന്ന റീഡിങ്ങിനെ ഞാൻ ഫോർസൈറ്റ് റീഡിംഗ് ആയിട്ടാണ് എഴുതുന്നത്. ഇനി ഞാൻ അടുത്തൊരു പോയിൻറ്റിലേക്ക് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് റീഡിങ് എടുക്കുന്നത്. അതായത് വീണ്ടും സിയും ഡിയും ഞാൻ ലൊക്കേറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇവിടുത്തെ ആദ്യം ഇരുന്ന പോയിൻറ്റിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത പോയിൻറ്റിലേക്ക് വെച്ചു. അടുത്ത പോയിൻറ്റിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എടുത്ത സ്റ്റേഷനിൽ നിന്ന് ഞാൻ സിയിലേക്കായിരുന്നു ലാസ്റ്റ് റീഡിങ് എടുത്തത്. അപ്പോൾ അവിടുത്തെ എലവേഷൻ എനിക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിൻറ്റിലേക്ക് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പം ഈ സിയിലോട്ട് തന്നെയാണ് ഞാൻ റീഡിങ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ സിയിലോട്ട് എടുക്കുന്ന അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റിൽ വെച്ച് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടെടുക്കുന്ന സിയിലോട്ട് എടുക്കുന്ന ഫസ്റ്റ് റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പം ആ സി എന്ന് പറയുന്ന പോയിൻറ്റിൽ ഞാൻ 2 റീഡിങ് എടുത്തിട്ടുണ്ട്. ഫോർസൈറ്റ് എന്ന് പറയുന്ന ഒരു റീഡിങ്ങും ബാക്ക് സൈറ്റ് എന്ന് പറയുന്ന ഒരു റീഡിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പം സി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനെ ചേഞ്ച് പോയിൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഫോർസൈറ്റും ബാക്ക് സൈറ്റും എടുക്കുന്ന ആ ഒരു പോയിൻറ്റിനെ നമ്മൾ ചേഞ്ച് പോയിൻ്റ് എന്നാണ് പറയുന്നത്. അത് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലല്ലേ ആദ്യത്തെ പോയിൻറ്റുകളുമായിട്ട് രണ്ടാമതെടുക്കുന്ന പോയിൻറ്റ്സിനൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എലവേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ബാക്ക് സൈറ്റും ഫോർസൈറ്റ് റീഡിങ്സും എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സ്റ്റാഫ് സ്റ്റേഷനെ ചേഞ്ച് പോയിൻ്റ് എന്ന് പറയും. ഫോർസൈറ്റും ബാക്ക് സൈറ്റും എടുക്കുന്ന സ്റ്റാഫ് സ്റ്റേഷനെ ചേഞ്ച് പോയിൻ്റ് എന്ന് പറയും. അപ്പം അത്രയാണ് അതിൻ്റെ അകത്ത് ഉള്ള ടേംസ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് ആണ്. മെത്തേഡ്സ് ഓഫ് ലെവലിങ്ങിൽ 2 മെത്തേഡ്സാണ് മെയിൻലി ഉള്ളത്. ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡും റൈസ് ആൻഡ് ഫോൾ മെത്തേഡും. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡാണ്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ എന്താണ് ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഞാൻ റീഡിങ്സിൻ്റെ കേസ് ആദ്യമേ പറഞ്ഞു. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു പോയിൻറ്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് എയിലേട്ട് ആദ്യമേ റീഡിങ് എടുത്തു. എ ആണ് എൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എയുടെ ഹൈറ്റ് എനിക്കറിയാം. ബെഞ്ച് മാർക്കിലെ ഹൈറ്റ് എനിക്കറിയാം. എലവേഷൻ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് എനിക്ക് എത്രയാണെന്നുള്ളത് അറിയാം. പിന്നെ ബെഞ്ച് മാർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇനി ഇൻസ്ട്രുമെൻറ്റ് വെച്ചതിന് ശേഷം എയിലേക്ക് ഞാൻ റീഡിങ് എടുക്കുമ്പം എയുടെ ഡാറ്റം സർഫസിൽ നിന്നുള്ള എയുടെ എലവേഷൻ നമുക്കറിയാം. ഇനി ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് സ്റ്റാഫ് എയിൽ ഹെൽഡ് ചെയ്ത് റീഡിങ് എടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? എൻ്റെ ലൈൻ ഓഫ് സൈറ്റിന് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിരിക്കുന്ന ഹൈറ്റിലുള്ള സ്റ്റാഫ് റീഡിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. അത് ബാക്ക് സൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതാണ് അവിടെ എന്ത് കിട്ടുന്നത്? ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് എന്ന് കിട്ടും. ബാക്ക് സൈറ്റ് എന്ന് പറയുന്ന റീഡിങ് എയിൽ നിന്ന് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റല്ലേ കിട്ടുന്നത്. എയിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് വയ്ക്കുവാണെങ്കിൽ എന്തോരം ഹൈറ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റാഫ് റീഡിങ് കിട്ടുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതാണ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. ഇനി അപ്പം ഞാൻ എയിലെ റീഡിങ് എടുത്തു, അതിനെ ഞാൻ ബാക്ക് സൈറ്റായിട്ട് എടുക്കും. ബിയിലെ റീഡിങ് എടുക്കും, ഇൻ്റർമീഡിയറ്റ് സൈറ്റായിട്ട് എടുക്കും. സിയിലെ റീഡിങ് എടുക്കും, അത് എൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ റീഡിംഗ് ആണ്. അപ്പോൾ ഫോർസൈറ്റായിട്ട് എടുക്കും. പിന്നെ ഞാൻ അടുത്ത പോയിൻറ്റിലേക്ക് ഇൻസ്ട്രുമെൻറ്റിന് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും സിയിലേക്ക് റീഡിംഗ് എടുക്കും. അതാണ് എൻ്റെ ചേഞ്ച് പോയിൻ്റ്. അപ്പോൾ അവിടെ ബാക്ക് സൈറ്റാണ് ഇപ്പോൾ ആദ്യമേ കിട്ടുന്നത്. പിന്നെ ഡിയിലോട്ട് എടുക്കും, അവിടെ എനിക്ക് ഫോർസൈറ്റാണ് കിട്ടുന്നത്. ഇനി റെഡ്യൂസ്ഡ് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എയുടെ ഡാറ്റത്തിൽ നിന്നുള്ള എയുടെ ഹൈറ്റ് എനിക്കറിയാം. അതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞത്. ബെഞ്ച് മാർക്ക് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് നമുക്കറിയാം പോയിൻറ്റിൻ്റെ. അപ്പം ആ റെഡ്യൂസ്ഡ് ലെവൽ ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് നമുക്കിപ്പോൾ കിട്ടുന്ന സ്റ്റാഫ് റീഡിങ്, അതാണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ബെഞ്ച് മാർക്കിൻ്റെ ഹൈറ്റ്
പ്ലസ് ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ് ലെവല് പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്യുമ്പം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ബിയിലേക്ക്. ഇനി ബിയുടെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഓൾറെഡി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിന് ഈക്വൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് ബിയിൽ നിന്ന് കിട്ടുന്നത്. ബിയിൽ സ്റ്റാഫ് വെച്ച് കഴിയുമ്പം നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റിൽ കൂടെയുള്ള ആ സ്റ്റാഫിൻ്റെ ഹൈറ്റല്ലേ കിട്ടുന്നത് അവിടെ. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബിയിൽ വെച്ചിട്ടുള്ള ഹൈറ്റാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പം അവിടെ ഇൻ്റർമീഡിയറ്റ് സൈറ്റിൽ നിന്നാണ് നമ്മളത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് ബിയുടെ റെഡ്യൂസ്ഡ് ലെവലാണ്. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എത്രയാണോ ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എനിക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ സ്റ്റാഫ് റീഡിംഗ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ് ചെയ്തപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് കിട്ടി. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് സൈറ്റിൻ്റെ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയുടെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് കിട്ടും. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സി കണ്ടുപിടിക്കണമെങ്കിലോ അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിൻ്റെ അകത്തുനിന്ന് ഫോർ സൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിയുടെ റെഡ്യൂസ്ഡ് ലെവൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഓരോ പോയിൻറ്റ്സിൽ നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഞാനൊരെണ്ണം നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം. ഇൻ കേസ് ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാനിതൊന്ന് വരച്ച് കാണിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഇനി ഇതിനൊരു ചെക്കുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട് ഒരു ചെക്കുണ്ട്. അതായത് ബാക്ക് സൈഡ് റീഡിങ്ങുകൾ നമ്മൾ എടുക്കുന്നതെല്ലാം കൂടി ആഡ് ചെയ്യുക, മൈനസ് സം ഓഫ് ഫോർ സൈഡ് റീഡിങ് ചെയ്യുക. അതെന്ന് പറയുന്നത് ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലിന് ഈക്വൽ ആയിരിക്കണം. ഇത് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെക്കാണത്. പിന്നെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഉണ്ട്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ലെവൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓരോ പോയിൻറ്റ്സിൽ നിന്നും പ്രൊസീഡിങ് ആയിട്ടുള്ള പോയിൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റൈസ് ആണോ ഫോൾ ആണോ വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ പോസിറ്റീവ് റീഡിംഗ് ആണെങ്കിൽ റൈസ് എന്നും നെഗറ്റീവ് റീഡിംഗ് ആണെങ്കിൽ ഫോൾ എന്നൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ അത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാനതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ വരുന്നൊരു ടേം എന്ന് പറയുന്നത് കറക്ഷൻസ് ആണ്. അതായത് നമ്മൾ റീഡിങ് എടുക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ എ എന്ന് പറയുന്നൊരു പോയിന്റിൽ വെച്ചിട്ട് റീഡിങ് എടുക്കുവാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഇവിടെ ക്യൂ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഞാൻ റീഡിങ് എടുക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് അപ്പം ശരിക്കും സ്പിറോയിഡൽ സർഫസിന് പാരലലായിട്ടാണ് വരേണ്ടത് അല്ലേ. നമ്മൾ പക്ഷേ ഒബ്സർവ് ചെയ്യുമ്പോൾ സ്പിറോയിഡൽ സർഫസിലല്ലല്ലോ, നമ്മൾ ചെറിയ ഡിസ്റ്റൻസിലേക്കൊക്കെ ഒബ്സർവ് ചെയ്യുമ്പം സ്പെറിക്കലായിട്ടല്ല വരുന്നത്, നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലായിട്ട് തന്നെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലെവൽ സർഫസ് എങ്ങനെയായിരുന്നു വരേണ്ടത്? എ ബി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ലെവൽ സർഫസ് കണ്ടത്. അപ്പോൾ എ ബി എന്ന് പറയുന്നതാണ് ലെവൽ സർഫസ് വരുന്നത്. അപ്പോൾ ശരിക്കും കിട്ടേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് പി ബി ആണ്. ഒറ്റയ്ക്കലായിട്ട് വെക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഹൈറ്റ് പി ബി ആണ്. പക്ഷേ നമ്മുടെ ഒബ്സർവേഷൻ ലൈൻ ഓഫ് സൈറ്റ് ഒരിക്കലും കേർഡായിട്ടല്ല വരുന്നത്. കാരണം അത്രയും ഡിസ്റ്റൻസിലല്ലല്ലോ അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് വ്യൂ കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് എ സി എന്നുള്ള ലൈൻ ആയിരിക്കും വരുന്നത്, നമ്മുടെ ശരിക്കുള്ള ഒബ്സർവേഷൻ ലൈൻ വരുന്നത്. അപ്പം അവിടെ സ്റ്റാഫ് വെക്കുമ്പോൾ അപ്പോൾ എത്ര ഹൈറ്റിൻ്റെ നമുക്കിപ്പോൾ ശരിക്കും പി ബി ആയിരുന്നു ഹൈറ്റ് വരേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് പി സി എന്ന് പറയുന്ന ഹൈറ്റാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് പി ബി എന്ന് പറയുന്ന ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കുറയ്ക്കണം. അതിനെയാണ് നമ്മൾ കർവേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയ്ക്കണം. അത്രയും കറക്ഷൻ നമ്മൾ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കുറച്ചാലേ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ കർവേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് -0.0785 d² ആണ് വരുന്നത്. ഇനി അപ്പം കർവേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ് നമുക്ക് മനസ്സിലായി. അത്രയും വാല്യൂ കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്നത് -0.0785 d². അതാണ് കർവേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ശരിക്കും നമ്മൾ നോക്കുമ്പം കറക്റ്റ് ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരിക്കില്ല നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് വരുന്നത്. ലൈൻ ഓഫ് സൈറ്റ് എ ഡി എന്ന് പറയുന്ന ഒരു പാത്തിലൂടെയാണ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ സിയിലാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കുറച്ചു. അതാണ് കർവേച്ചർ കറക്ഷൻ നമ്മുടെ അടുത്ത്. പക്ഷേ ശരിക്കും എത്രയേ ഉള്ളൂ? ഡിയിലേ ഉള്ളൂ. അപ്പം നമുക്ക് ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഒരു എറർ മൂലം ചെറിയൊരു റിഫ്രാക്ഷൻ കറക്ഷൻ അവിടെ
അത് റിഫ്രാക്ഷൻ മൂലം വരുന്ന കറക്ഷനാണ്. അപ്പം ലൈൻ ഓഫ് സൈറ്റ് ശരിക്കും സി ഡി ബെൻഡ് ചെയ്തു. അപ്പം നമ്മൾ എക്സ്ട്രാ ബി സി കുറച്ച് പോയി. അപ്പോൾ അത്രയും തന്നെ കുറയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സി ഡിയുടെ ഒരു കൂടുതൽ കുറവ് നമ്മളവിടെ ചെയ്തു. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ് വരുന്നത് 0.0112 d². ഇനി ഇത് രണ്ടും കൂടി കൂടിയിട്ടുള്ള കറക്ഷനാണ് കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്നത് -0.06723 d² ആണ്. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ കറക്ഷൻ കിട്ടുന്നത് മീറ്റേഴ്സിലും ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിലോമീറ്റേഴ്സിലുമാണ്. ഇനി ഡിസ്റ്റൻസ് ടു വിസിബിൾ ഹൊറൈസൺ, അത് നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്നു അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കിപ്പോൾ ഒരു ലൈറ്റ് ഹൗസിൽ നിന്നിട്ട് എത്ര ഡിസ്റ്റൻസ് കാണാമെന്നോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഡിസ്റ്റൻസ് ടു വിസിബിൾ ഹൊറൈസൺ ഡി എന്ന് പറയുന്നത് √(c/0.0673) ആണ്. സി എന്ന് പറയുന്നത് മീറ്റേഴ്സിലും ഡി കിലോമീറ്റേഴ്സിലുമാണ് വരുന്നത്. സി എന്ന് പറയുന്ന ആ ഒരു ഹൈറ്റും ഡി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസുമാണ് വരുന്നത്. ഇനി അടുത്തൊരു എണ്ണം റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് 2 പോയിൻറ്റ്സിന് ഇടയ്ക്ക് വെക്കാൻ പറ്റുന്നില്ലാത്ത കേസുകളിലാണ് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 2 സ്റ്റേഷൻസ് എയും ബി എന്ന് പറയുന്ന 2 സ്റ്റേഷൻസ് ഉണ്ട്. അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു റിവർ വരുവാണ്. നമുക്കിപ്പോൾ അതിൻ്റെ മിഡ്വേയിലായിട്ട് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാഫ് വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനും വെക്കേണ്ടി വരും. ആദ്യത്തെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വെക്കുമ്പോൾ സ്റ്റാഫ് വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ വെച്ചു. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും അന്നേരം കൊണ്ട് വെച്ച് ചെയ്യും. റൈറ്റ് സൈഡിലും സ്റ്റാഫ് വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെച്ച് തന്നെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ എടുത്തിട്ട് രണ്ട് സൈഡിലും സ്റ്റാഫ് വെച്ചിട്ട് റീഡിങ്സ് എടുക്കും. അപ്പം അങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രുമെൻറ്റ് 2 പോയിൻറ്റ്സിന് ഇടയ്ക്ക് വെക്കാൻ പറ്റുന്നില്ല, റിവറോ വാലിയോ പോലും വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 പോയിൻറ്റ്സിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് റീഡിങ്സ് എടുക്കും. രണ്ടിടത്തേക്കും റീഡിങ്സ് എടുത്തിട്ട് കണ്ടുപിടിക്കും. അതിനെയാണ് റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ലെവലിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും കർവേച്ചർ കറക്ഷൻ മൂലവും അതുപോലെ തന്നെ റിഫ്രാക്ഷൻ മൂലവും പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മൂലമുള്ള എറേഴ്സൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അതിനുണ്ട്. പിന്നെ ഒരു 2 ടേംസ് അതിൻ്റെ അകത്ത് വരുന്നത് ഡെഫിനിഷൻ എന്ന് പറയുന്നൊരു ടേം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഷാർപ്പ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റിങ്യൂഷബിൾ ആയിട്ടുള്ള ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെലസ്കോപ്പിൻ്റെ ക്യാപ്പബിലിറ്റീനെയാണ് റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഷാർപ്പ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയും ഡിസ്റ്റിങ്യൂഷബിൾ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീനെ റിസോൾവിങ് പവർ എന്നുമാണ് പറയുന്നത്. പിന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെന്തിൽ നിന്ന് ഐ പീസിൻ്റെ ഫോക്കൽ ലെന്തിലേക്കുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ വഴിയില്ല, എന്നാലും ആ ഒരു ടേംസ് കണ്ടുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ.